അധികം ആയുസ്സില്ലാത്ത ജീവികളാണ് ചിത്രശലഭങ്ങൾ. എന്നാൽ തങ്ങൾക്ക് ലഭിച്ച ഈ കുറഞ്ഞ സമയത്തിൽ എങ്ങനെ ആനന്ദം ജനിപ്പിക്കാം എന്ന സൂത്രവാക്യം ചിറകടികളിൽ ഒളിപ്പിച്ചവർ. അത്തരം ചിത്രശലഭങ്ങളെ തേടി കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സഞ്ചരിക്കുകയാണ് എറണാകുളം സ്വദേശി ബിജിത രതീഷ്. ഈ ബിജിത നിർമ്മിക്കുന്ന പേപ്പർ ഡോളുകൾ ചിത്രശലഭങ്ങളെപ്പോലെ തന്നെ മനോഹരങ്ങളാണ്. പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്നതും അതുപയോഗിച്ച് മനോഹരമായ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതും വിജിത രതീഷിന് വെറും ഹോബി മാത്രമല്ല, ജീവിതത്തിൻ്റെ തന്നെ ഭാഗമാണ്. കൗതുകത്തോടെ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിഗത ഇനത്തിൽ ആദ്യ ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നത് 2017 വേസ്റ്റ് കടലാസുകൾ കൊണ്ട് പേപ്പർ ഡോളുകൾ നിർമ്മിച്ചായിരുന്നു ആദ്യ റെക്കോർഡ് നേട്ടം. പാഴ്വസ്തുക്കളോടുണ്ടായിരുന്ന കമ്പം പിന്നീട് ചിത്രശലഭങ്ങളിലേക്ക് എത്തി. ഏഷ്യയിൽ മാത്രം കണ്ടുവരുന്ന വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട 20 ചിത്രശലഭങ്ങളുടെ 2023 ചിത്രങ്ങൾ വീതം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് വിജിത തൻ്റെ രണ്ടാമത്തെ ഗിന്നസ് റെക്കോർഡ് നേടുന്നത്. 20 ചിത്രശലഭങ്ങളും കേരളത്തിൽ തന്നെ ഉള്ളതാണെങ്കിലും അവയെ കണ്ടെത്താൻ പ്രയാസമായിരുന്നു. ഇതിനുവേണ്ടി കേരളത്തിൽ മുഴുവൻ യാത്ര ചെയ്യേണ്ടി വന്നു. മൂന്നാർ കേന്ദ്രീകരിച്ചായിരുന്നു ആദ്യ യാത്ര. ബസ്സിലോ മറ്റോ പോയാൽ ചിത്രശലഭങ്ങൾ ഉള്ള സ്ഥലത്ത് വണ്ടി നിർത്താൻ സാധ്യത കുറവായതിനാൽ സ്വന്തം വണ്ടിയിൽ തന്നെയായിരുന്നു യാത്ര. മൂന്നാറിലെ മലയിടുക്കുകളിൽ നിന്നും വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന ഒട്ടേറെ ചിത്രശലഭങ്ങളുടെ ഫോട്ടോകൾ പകർത്താൻ വിജിതയ്ക്ക് സാധിച്ചു. വയനാട് മാനന്തവാടി ഭാഗത്തു നിന്നും പുള്ളിക്കറുമ്പൻ, പെയിൽ ഗ്രീൻ ട്രയാങ്കിൾ എന്നീ ചിത്രശലഭങ്ങളെയും ആലപ്പുഴയിൽ നിന്ന് ചിത്രിത, വരയൻ കടുവ എന്നീ ചിത്രശലഭങ്ങളുടെയും ചിത്രങ്ങൾ ലഭിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന ചിത്രശലഭങ്ങളുടെ അപൂർവമായ ചിത്രങ്ങളും പകർത്താൻ വിജിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. തൻ്റെ നേട്ടങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും പിന്നിൽ കുടുംബത്തിൻ്റെ പ്രചോദനമാണെന്ന് വിജിത പറയുന്നു. ഈ പ്രവൃത്തി പരിചയമേളകളാണ് എന്നിലെ കലാകാരിയെ ഒരു പരിവാക്കി കൊണ്ടുവന്നതെന്ന് പറയാം. കാരണം സ്കൂളുകളിൽ നിന്നാണ് ആദ്യമായി മത്സരങ്ങൾക്ക് പോയി തുടങ്ങിയത്. പിന്നീട് അത് ഒരു ശീലമായി, ഒരു ഇഷ്ടമായി. പിന്നീട് അത് സ്കൂളുകളിൽ പഠിക്കുമ്പോഴും ആണെങ്കിലും നമ്മൾ ക്ലാസ്സിൽ വെച്ചാണെങ്കിലും ചെറിയ പാവകൾ ഉണ്ടാക്കുക, പൂക്കൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളും ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് തന്നെ ചെയ്യുമായിരുന്നു. സുഹൃത്തുക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് പോലും ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളായിരുന്നു. എറണാകുളം ജില്ലയിൽ നിന്ന് വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ ആദ്യത്തെ വനിത എന്ന നേട്ടവും വിജിതയ്ക്ക് സ്വന്തമാണ്. പാഴ്വസ്തുക്കളുടെ പുനരുപയോഗത്തിലൂടെ പ്രകൃതി സംരക്ഷണം എന്ന സന്ദേശം ലോകം മുഴുവൻ എത്തിക്കുക എന്നതാണ് ഈ യുവ കലാകാരിയുടെ ലക്ഷ്യം. അങ്ങനെ ഈ വർഷത്തെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വർഷം പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.